സാഹചര്യത്തിനനുസരിച്ച് നിറം മാറുന്ന ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് ആദില. നീ ഒരു കാര്യം ചെയ്യ്, ഈ ഉടുപ്പൊക്കെ എടുത്ത് പെട്ടിന്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് കാലത്ത് തന്നെ സ്ഥലം കാലിയാക്കും. ഞാൻ പറയുന്നത് ആദിലയാണ്. 100% ആദില. ഞാൻ എന്നെ തന്നെ സേഫ് ആക്കും. ആദിലയ്ക്ക് ബാക്കി എല്ലാവരോടും യാത്ര പറഞ്ഞ് പ്രധാന വാതിലൂടെ പുറത്തേക്ക് വരാം. തിരുമേനി ഒരു വേണ്ടി മറ്റേ തുറത്താനും പറഞ്ഞില്ല. തൽക്കാലം ഇതെല്ലാം കിട്ടി വിചാരിച്ച് എന്റെ മോൻ ഒന്ന് സ്ഥലം വിട്ട് അതന്നെ നല്ലത്. ക്യാരക്ടർ ഓക്കെ ഫൈൻ, അങ്ങനൊന്നോട്ടെ, അതാണ് അയാളുടെ ക്യാരക്ടർ. കലാകാരനെ തളർത്തിയിട്ടിട്ട് മൂപ്പര് മെയിനാവുകയാണ്. കുഴപ്പമില്ല, അയാളുടെ സ്വഭാവം അയാൾ കാണിക്കുന്നു, അത്രേ ഉള്ളൂ. എനിക്ക് കിട്ടിയപ്പോ എനിക്ക് മാത്രം കിട്ടി. ഒരു ഫോട്ടോ ഒക്കെ നിൽക്കണം ഒരുമിച്ച്. ഷാനവാസ് വേണ്ട എനിക്ക്, പ്ലീസ് ആര്യൻ പ്ലീസ്. ഞാൻ പിന്നെ പ്രത്യേകിച്ച് ഇവിടെയുള്ള മറ്റുള്ളവരെ പോലെയല്ല, ആത്മാർത്ഥതയുള്ള കൂടുതലാണ്. എല്ലാവർക്കും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഇതിനെന്നാ പറയുന്നേ? കുശുമ്പ് കുശുമ്പ് തന്നെ ഈ തള്ളച്ച. കിട്ടോ സ്ട്രോങ് ഗേൾ തന്നെ പറയാം, നാളത്തോട്ട് വെക്കണ്ട. അതെന്താ നീ അങ്ങനെ ഒരു കുത്തും കോളും വെച്ച് സംസാരിച്ചത്? ആദില പോണ്ടേ? എന്തോ ബിഗ് ബോസ് തിരികെ വരൂ. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോവൂലെന്നാലും ഞാൻ ആദ്യം പറഞ്ഞു. കിടക്കുന്നത് കണ്ടില്ലേ? അത് ചോദിക്കണേ. അപ്പൊ ഞാൻ പോവാണ്. തിരികെ വരൂ. പുറത്തോട്ടല്ല, അകത്തോട്ട്. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി പോയി. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി പോയി. ഇതൊരു പ്രാങ്ക് ആയിരുന്നു. ബാക്കി വിവരങ്ങൾ ഷാനവാസ് പറയും. യുദ്ധരംഗത്ത് മാത്രമുള്ള ഒരു പട്ടാള തന്ത്രമാണ് ഞാൻ പ്രയോഗിച്ചത്.